ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഡിഷായിട്ടാണ്. വളരെയേറെ സ്പെഷ്യൽ ആയിട്ടുള്ള മഷ്റൂം ബട്ടർ മസാലയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 1/4 മുറി തേങ്ങ ചിരകിയത്, 4 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 ബദാം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ. അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിത് അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയ 2 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. കറി റെഡിയാക്കാം. അതിനായിട്ടൊരു കടായിലോട്ട് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളി പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു പൊട്ടറ്റോ അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കറി എന്തായെന്ന് തുറന്നു നോക്കാണ്. കണ്ട വെജിറ്റബിൾസ് ഒക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അധികം വെന്തുടഞ്ഞു പോകരുത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. ഇതിലോട്ട് മഷ്റൂം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ടൊരു 4 പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു മഷ്റൂം ബട്ടർ മസാല റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കറി തിളച്ചിട്ട് അരപ്പൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് വാങ്ങി വയ്ക്കാം. എന്നിട്ട് വറവ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മഷ്റൂം ബട്ടർ മസാല റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എല്ലാവർക്കും എൻ്റെ മഷ്റൂം ബട്ടർ മസാല റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.